പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത ശുചീകരണ യജ്ഞം സ്വച്ഛതാ ഹി സേവയുടെ എറണാകുളത്തെ ഇത്തവണത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേതൃത്വം നൽകി തുടക്കമിട്ടു. ശുചിത്വ ഭാരതത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച രണ്ടാമത്തെ ശുചിത്വ പദ്ധതിയാണ് സ്വച്ഛതാ ഹി സേവ. ശുചിത്വ രാഷ്ട്രമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇന്നു മുതൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി വരെ ശുചിത്വ യജ്ഞം നീണ്ടുനിൽക്കും. രാജ്യമെമ്പാടും നടക്കുന്ന പരിപാടിയുടെ എറണാകുളത്തെ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടക്കമിട്ടു. ശുചിത്വ ഭാരതത്തിനായുള്ള അവബോധം പൗരന്മാരിൽ വളർന്നു വരുന്നുണ്ടെന്നും പദ്ധതിക്ക് മികച്ച പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. എന്നെ അതിശയിപ്പിക്കുന്നത് ഇത് ദേശീയമായി ഒരു ആഹ്വാനത്തിലൂടെ 2014 തുടങ്ങി വെച്ചെങ്കിലും 2015 മുതൽ അതിശക്തമായി തന്നെ ജനങ്ങൾ ഇത് കണ്ടുപിടിച്ച ആൾക്കാരെക്കാൾ കൂടുതൽ ആത്മാർത്ഥതയോടെ ഒരുപക്ഷെ ജനങ്ങൾ ഇതിൽ പങ്കാളികളായി എന്നുള്ളത് അവരുടെ പൗരബോധമാണ്. ശക്തമാണ് ആ പൗരബോധം എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വച്ഛതാ ഹി സേവ പ്രതിജ്ഞ കേന്ദ്രമന്ത്രി ചൊല്ലിക്കൊടുത്തു. ഭാരതാംബയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് വൃത്തിയായും മാലിന്യരഹിതമായും ഭാരതാംബയെ സേവിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ശുചിത്വ സംരക്ഷണത്തിനായി പ്രതിജ്ഞാബദ്ധതയോടെ ശുചിത്വ പാലനത്തിനായി ആഴ്ചയിൽ 2 മണിക്കൂർ വീതം, അതായത് പ്രതിവർഷം 100 മണിക്കൂർ ഞാൻ ചിലവഴിക്കും. ഞാൻ മലിനമാക്കുകയോ മറ്റുള്ളവരെ അതിനനുവദിക്കുകയോ ചെയ്യില്ല. ശുചിത്വ അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഞാൻ തുടക്കമിടും. വൃക്ഷത്തൈ വിതരണം, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വൃക്ഷത്തൈ നടൽ എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു. ജനം, കൊച്ചി.